നമുക്കേ ഈസി ആയിട്ടുള്ളൊരു കുക്കർ ചിക്കൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് തരുന്ന റെസിപ്പിയാണ്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. തക്കാളി സവാള ഒന്നും ചേർക്കണ്ട. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ കുബൂസിൻ്റെ കൂടെയൊക്കെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഞാനിവിടെ ചെയ്തേക്കണം ഫുൾ ചിക്കനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കഷ്ണിച്ചും ചെയ്യാം കേട്ടോ. ഇതേപോലെ ഒന്ന് ചിക്കനൊന്ന് മൊത്തത്തിലൊന്ന് വരഞ്ഞെടുക്കണം കേട്ടോ. ഇനി ഒരു ഗ്രൈൻഡറിലേക്ക് 1 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയിലയും 10 പച്ചമുളക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഇത് ചിക്കനിലൊന്ന് പരട്ടി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ചെറുനാരങ്ങയുടെ നീരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ മസാലയൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. ഇനി ഒരു കുക്കറിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 നുള്ള് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 തണ്ട് വേപ്പിലിട്ട് കൊടുക്കുക. ഇനി ഈ ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനൊരു മസാലയുടെ കുറച്ച് ബാക്കിയുണ്ടായത് ഒഴിച്ച് കൊടുത്താണ് കേട്ടോ. ഈ മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ വരുത്തിയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഭയങ്കര ഈസിയാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എരിവൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂട്ടാട്ടോ. കുരുമുളകും പച്ചമുളകൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എരിവ് കൂട്ടിയെടുക്കാം കേട്ടോ.